2026 ജൂലൈ 30 മാതൃഭൂമി ദിനപത്രം എന്ന് വെച്ചാൽ ഇന്നത്തെ മാതൃഭൂമി ദിനപത്രം. പത്രത്തിൽ ഒരു വാർത്തയുണ്ട്. 5-ാം പേജിലാണ് കൊടുത്തിരിക്കുന്നത്. ഒരു 3 കോളം വാർത്ത. വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയാണ്: സ്വപ്ന സുരേഷ് അടക്കം 6 പ്രതികൾക്കെതിരെ കുറ്റപത്രം. ഇതാണ് തലക്കെട്ട്. ഏത് കേസാണ് എന്നൊന്നും തലക്കെട്ട് വായിച്ചാൽ മനസ്സിലാകില്ല. സ്വപ്ന സുരേഷ് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ട സ്വർണ്ണക്കടത്ത് കേസ് അങ്ങനെയൊക്കെ ആയിരിക്കും കുറ്റപത്രം സമർപ്പിച്ചത് എന്നാണ് കരുതുക. ഇനി നമുക്ക് വാർത്ത വായിച്ചു നോക്കാം. വാർത്തയിൽ പറയുന്നത് ഇങ്ങനെയാണ്: വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ഫ്ളാറ്റ് സമുച്ചയ കേസിൽ ലൈഫ് മിഷനും സ്വപ്ന സുരേഷും അടക്കം 6 പ്രതികൾക്കെതിരെ CBI കുറ്റപത്രം സമർപ്പിച്ചു. പ്രളയബാധിതർക്ക് ഫ്ളാറ്റ് നിർമ്മിക്കുന്നതിനും ആശുപത്രി സമുച്ചയം പണിയുന്നതിനുമായി UAE സന്നദ്ധ സംഘടനയായ റെഡ് ക്രസന്റും ലൈഫ് മിഷനും ഒപ്പുവെച്ച കരാർ പ്രകാരം 21 കോടി ലഭിച്ചിരുന്നു. കൊച്ചി സ്വദേശിയായ സന്തോഷ് ഈപ്പന്റെ ഉടമസ്ഥതയിലുള്ള യൂണിടാക് ബിൽഡേഴ്സ്, സെയിൽ വെഞ്ചേഴ്സ് എന്നീ കമ്പനികൾക്കാണ് ഫ്ളാറ്റ് നിർമ്മാണ കരാർ നൽകിയത്. ഈ ഇടപാടിൽ വൻ ക്രമക്കേട് നടന്നതായാണ് CBI കണ്ടെത്തൽ. സന്തോഷ് ഈപ്പനാണ് 1-ാം പ്രതി. 2-ാം പ്രതി സന്തോഷ് ഈപ്പന്റെ തന്നെ കമ്പനിയായ സെയിൽ വെഞ്ചേഴ്സ്. ലൈഫ് മിഷനാണ് 3-ാം പ്രതി. സ്വർണ്ണക്കടത്തു കേസിൽ ഉൾപ്പെട്ട സന്ദീപ് നായർ, UAE കോൺസുലേറ്റ് PRO ആയിരുന്ന സരിത്ത്, സ്വപ്ന സുരേഷ് എന്നിവരാണ് തുടർന്നുള്ള പ്രതികൾ. ആശുപത്രി നിർമ്മാണ കരാർ ലൈഫ് മിഷൻ ടെൻഡർ വിളിക്കാതെ തിരിമറി നടത്തി സന്തോഷ് ഈപ്പന്റെ കമ്പനിക്ക് നൽകിയെന്നും ഹാബിറ്റാറ്റിനാണ് ലഭിക്കേണ്ടിയിരുന്നത് എന്നും കുറ്റപത്രത്തിൽ പറയുന്നു. 21 കോടിയിൽ 4.5 കോടി സന്ദീപും സരിത്തും സ്വപ്നയും സന്തോഷ് ഈപ്പനും ഉൾപ്പെട്ട പ്രതികൾ കമ്മീഷനായി തട്ടിയെടുത്തെന്നാണ് ആരോപണം. ലാഭം എന്ന നിലയിൽ സന്തോഷ് ഈപ്പൻ 5 കോടി കൂടി വകമാറ്റിയെന്നും കുറ്റപത്രത്തിൽ പറയുന്നു. 10 കോടിയുടെ പണിയേ നടന്നിട്ടുള്ളൂ എന്നാണ് കണ്ടെത്തൽ. മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി M ശിവശങ്കർ, അന്നത്തെ ലൈഫ് മിഷൻ CEO UV ജോസ് എന്നിവർക്കെതിരെയും അന്വേഷണം പുരോഗമിക്കുകയാണ്. മുൻ MLA അനിൽ അക്കരയാണ് പരാതിക്കാരൻ എന്ന് പറഞ്ഞ വാർത്തയാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ ആരോപണ വിധേയനായ വ്യക്തി മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കരനായിരുന്നു. ശിവശങ്കരനും UV ജോസും അന്ന് മാധ്യമങ്ങളാൽ വേട്ടയാടപ്പെട്ടിരുന്നു. ശിവശങ്കരൻ ജയിലിൽ കിടക്കേണ്ടി വന്നു ഏറെ നാൾ. ലൈഫ് മിഷനെ തന്നെ സംശയത്തിന്റെ നിഴൽ നിർത്തുന്ന രൂപത്തിലാണ് ലൈഫ് മിഷൻ പദ്ധതികൾ മുഴുവൻ അഴിമതിയാണ് എന്ന തരത്തിലാണ് അന്ന് വാർത്താ പ്രളയം സൃഷ്ടിച്ചത്. എന്താണ് അവസാന റിസൾട്ട്? ആ പദ്ധതി അവിടെ മുടങ്ങി. 140 പേർക്ക് ലഭിക്കാവുന്ന വീട് കിട്ടാത്ത അവസ്ഥയിലായി. അതിനുശേഷം പണിയൊന്നും മുന്നോട്ട് കൊണ്ടുപോയില്ല. അത് അവിടെ കിടക്കുന്നു. ജനങ്ങൾക്ക് ലഭിക്കേണ്ടിയിരുന്ന വീട് ഇല്ലാതായി എന്നതിനപ്പുറത്തേക്ക് അതിലൊന്നും ഒരു അഴിമതിയും നടന്നു എന്ന് എവിടെയും പറയുന്നില്ല. സർക്കാർ സംവിധാനം എന്തെങ്കിലും പണം പറ്റിയെന്ന് ഈ കുറ്റപത്രത്തിൽ പറയുന്നില്ല. മാതൃഭൂമി തന്നെ പറയുന്നു ഇതിൽ ലൈഫ് മിഷൻ പ്രതിയാണ് എങ്കിലും ലൈഫ് മിഷൻ ഇതിൽ നിന്ന് സാമ്പത്തിക ലാഭം ഉണ്ടാക്കി എന്ന് പറയുന്നില്ല. അല്ലെങ്കിൽ ലൈഫ് മിഷനിൽപ്പെട്ട ആരെങ്കിലും വ്യക്തികൾ ഇതിൽ സാമ്പത്തിക ലാഭം ഉണ്ടാക്കി എന്ന് പറയുന്നില്ല. UV ജോസ് അന്ന് ലൈഫ് മിഷന്റെ തലവനായിരുന്നു. അദ്ദേഹം സാമ്പത്തിക ലാഭം ഉണ്ടാക്കി എന്ന് പറയുന്നില്ല. സാമ്പത്തിക ലാഭം ഉണ്ടാക്കിയത് സ്വപ്ന സുരേഷും കൂട്ടാളികളുമാണ് എന്നാണ് ഈ കുറ്റപത്രത്തിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ നാളുകളിൽ 5 വർഷം മുമ്പ് നമ്മുടെ മാധ്യമങ്ങൾ പടച്ചുവിട്ട വാർത്തകൾ അതൊന്ന് വായിച്ചു നോക്കുന്നത് ഇപ്പോൾ നല്ലതായിരിക്കും. മാധ്യമപ്രവർത്തനത്തെക്കുറിച്ചുള്ള ഗവേഷണ വിദ്യാർത്ഥികൾക്ക് അത് ഒന്ന് മറിച്ചു നോക്കാവുന്നതാണ്. എന്തൊക്കെയാണ് തട്ടിവിട്ടത്? പിണറായി വിജയൻ വരെ കമ്മീഷൻ പറ്റി എന്ന് വാർത്ത നൽകിയ മാധ്യമങ്ങളുണ്ട്. യൂട്യൂബ് ചാനൽ അവതാരകർ അലറി വിളിച്ച എത്രയോ വീഡിയോകൾ നമുക്ക് യൂട്യൂബിൽ കാണാൻ കഴിയും, ഫേസ്ബുക്കിൽ കാണാൻ കഴിയും. അത്രമാത്രം ആക്രമിക്കപ്പെട്ടിരുന്നു ഈ കേസിൻ്റെ പേരിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കരൻ, അതോടൊപ്പം തന്നെ സർക്കാരുമായി ബന്ധപ്പെട്ട ആളുകളെല്ലാം. പക്ഷേ ഇപ്പോൾ എന്താണ് അവസ്ഥ? ശിവശങ്കരൻ പ്രതിയല്ല, UV ജോസ് പ്രതിയല്ല. പ്രതി ഈ 4 അംഗ കൂട്ടാളികൾ മാത്രം, സ്വപ്ന സുരേഷും കൂട്ടാളികളും മാത്രം. ലൈഫ് മിഷനെയും കൂടി പ്രതി ചേർത്തിട്ടുണ്ട്. പക്ഷേ ലൈഫ് മിഷൻ ഒരു പൈസ പോലും ഇവിടെ നിന്നും പറ്റിയിട്ടില്ല. വീട് നിർമ്മിക്കുന്നതിന് വേണ്ടി സ്ഥലം കൈമാറി. ഇതാണ് ലൈഫ് മിഷൻ ചെയ്തത്, ആകെ ചെയ്തത്. എന്നിട്ടും ലൈഫ് മിഷനെ പ്രതി ചേർത്തിട്ടുണ്ട്. എന്തിന് എന്ന ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട്. ലൈഫ് മിഷനെ പ്രതി ചേർത്തില്ലെങ്കിൽ കഴിഞ്ഞ നാളുകളിൽ ഈ ED ഉദ്യോഗസ്ഥർ പുറത്തു കൊടുത്ത വാർത്തകൾ, CBI ഉദ്യോഗസ്ഥർ പുറത്തു കൊടുത്ത വാർത്തകൾ എന്ന പേരിൽ വാട്സപ്പ് സന്ദേശം മാധ്യമങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരുന്നു. കിട്ടുന്നതെന്തും ക്രോസ് ചെക്ക് ചെയ്യാതെ ബ്രേക്കിംഗ് ന്യൂസ് അടിച്ച മാധ്യമങ്ങളെ നമുക്ക് എത്രയോ കാണാം. മാധ്യമപ്രവർത്തകരൊക്കെ EDയിൽ നിന്ന് മെസ്സേജും കാത്തിരിക്കുന്ന കാഴ്ച, ED ഉദ്യോഗസ്ഥരിൽ നിന്ന് മെസ്സേജും കാത്തിരിക്കുന്ന അവസ്ഥ, മെസ്സേജ് കിട്ടിയ അപ്പോൾ തന്നെ ബ്രേക്കിംഗ് ന്യൂസ് കൊടുക്കുന്ന സ്ഥിതി. ഏതെങ്കിലും ഒരു ചാനൽ ഒരു വാർത്തയടിച്ചാൽ അത് അതേപോലെ പകർത്തി മറ്റ് ചാനലുകളും
മാധ്യമങ്ങളും പത്രമാധ്യമങ്ങളും വാർത്ത നൽകുന്ന രീതി, സ്വന്തം രീതിയിൽ കാറ്റാടിപ്പാടം പോലും മനസ്സിൽ സൃഷ്ടിച്ച് വാർത്ത എഴുതിയ മനോരമയുടെ ലേഖകന്മാരൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. ഇപ്പോൾ അവർ എവിടെ പോയി? ED അന്വേഷിച്ചു, CBI അന്വേഷിച്ചു, കേന്ദ്ര ഏജൻസികൾ 6 ഏജൻസികൾ ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തി, എന്നിട്ട് എവിടെയും എത്തിയില്ല. ഈ കുറ്റവാളികൾ ഉണ്ട്, അത് ഈ കോൺസുലേറ്റ് ജീവനക്കാരായിരുന്നവർ മാത്രമാണ് എന്ന് അവർ ആരെയൊക്കെയോ കബളിപ്പിച്ചിട്ടുണ്ട്, ആരെയൊക്കെയോ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് എന്നല്ലാതെ മറ്റാരും ഇതിൽ സാമ്പത്തികമായി ഒരു പങ്കാളിത്തവും വഹിച്ചിട്ടില്ല എന്ന് ഈ UAE കോൺസുലേറ്റുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവർ അവർ അവരുടെ പദവി ഉപയോഗിച്ച് നാട്ടിലെ രാഷ്ട്രീയക്കാരെ, ഭരണാധികാരികളെ ഒക്കെ ബന്ധപ്പെടുകയും അവരെ തെറ്റിദ്ധരിപ്പിക്കുകയും അതിലൂടെ സാമ്പത്തിക ലാഭം ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നതാണ് പ്രധാനമായും ഈ കേസിൻ്റെ അടിത്തറ. UAE കോൺസുലേറ്റിനെ ഉപയോഗിച്ച് നടത്തിയ വലിയ തട്ടിപ്പ്, അതിൽ ആരൊക്കെ പങ്കാളികളായി എന്നത് കൃത്യമായും അന്വേഷണം CBI നടത്തിയിട്ടില്ല. UAE കോൺസുലേറ്റിലെ ഉയർന്ന ഉദ്യോഗസ്ഥർക്ക് ഇതിൽ ബന്ധമുണ്ട്, അവരറിയാതെ ഇതൊന്നും നടക്കാൻ കഴിയില്ല, ഇതൊന്നും നടത്തിയെടുക്കാൻ കഴിയില്ല. പക്ഷേ അവരെ ഒന്നും കേസിൻ്റെ പരിധിയിലേക്ക് കൊണ്ടുവരുവാൻ വലിയ പരിമിതികളുണ്ട്. UAE കോൺസുലേറ്റിലെ ഇന്ത്യൻ പൗരന്മാരായ ജീവനക്കാരെ മാത്രമേ കേസിൻ്റെ പരിധിയിലേക്ക് കൊണ്ടുവരുവാൻ കഴിയുകയുള്ളൂ CBIക്കും EDക്കും. പക്ഷേ ഈ പ്രശ്നം വലിയ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റി LDFനെതിരെ വലിയ പ്രചാരണം നടത്തി എത്രയോ മാസങ്ങൾ നമ്മുടെ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നു. ലൈഫ് മിഷൻ അഴിമതി എന്ന പേരിൽ എല്ലാം കഴിഞ്ഞു. ഇപ്പോഴിതാ അവസാനമായി കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു. ഇനിയും അന്വേഷണം നടക്കുന്നുണ്ട്, ഇനിയും അനുബന്ധ കുറ്റപത്രം സമർപ്പിക്കാം എന്നൊക്കെയാണ് ഇപ്പോൾ മാധ്യമങ്ങൾ വാർത്ത നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്തൊരു ദയനീയമായ കാഴ്ചയാണ്. ഇതേ മാധ്യമപ്രവർത്തകർ കഴിഞ്ഞ കാലങ്ങളിൽ കൊടുത്ത വാർത്തകൾ ഒന്ന് മറിച്ചു നോക്കിയാൽ, ചിലപ്പോൾ അവരുടെ കൈവശമുണ്ടാകും അതിൻ്റെ കോപ്പി, ഒന്ന് വായിച്ചു നോക്കിയാൽ ഞാൻ എന്തൊക്കെ മണ്ടത്തരങ്ങളാണ് എഴുതി പിടിപ്പിച്ചത്, അതല്ലെങ്കിൽ വിളിച്ചു പറഞ്ഞത് എന്ന് അവർക്ക് തന്നെ തോന്നുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തും. മാധ്യമ വിദ്യാർത്ഥികൾക്ക് എങ്ങനെ വാർത്ത ചെയ്യരുത് എന്നതിൻ്റെ പഠന മാതൃകയായി ഈ വാർത്തകളൊക്കെ എടുക്കാവുന്നതാണ്.